ജീവമാതാ കാരുണ്യ ഭവനാണ് സബ്ജക്റ്റ്. ആക്ച്വലി വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്ത് ചേച്ചിക്ക് എന്തൊരു സോക്കേട്, ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ചേച്ചിയെ പറ്റി പറയാനും മാത്രം ഇവിടെ ആരും കാശ് തന്നിട്ടില്ല. ഇനി ചേച്ചി കുറച്ച് പൈസ തരുമെങ്കിൽ ചേച്ചിയെ പറ്റി ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്കൊരു സ്ഥാപനം ഇല്ല. ഞാൻ ജീവമാതാ കാരുണ്യ ഭവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപന നടത്തിപ്പുകാരിയല്ല. എൻ്റെ അഗരാദിയിൽ എൻ്റെ ബന്ധുമിത്രാദികളോ ആരെങ്കിലും തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം ഇല്ല. അതുകൊണ്ടാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്നലെ ഞങ്ങൾ CWC പോയിരുന്നു. ഒരു കാട്ടിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല ഇവർ കാട്ടിനകത്ത് CWC കൊണ്ടുവച്ചിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു. കാരണം ഗോപികയാണ്. ഗോപികയുടെ കുഞ്ഞുങ്ങളെ പിന്നിട്ട് ഇന്നേക്ക് 4 വർഷമാകുന്നു. 4 വർഷമായിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കുകയോ കുട്ടികൾ എവിടെയുണ്ടെന്നോ കൃത്യമായ ഒരു വിവരണം കൊടുക്കാതെ ഗോപിക ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴൊക്കെ തന്നെ റിജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവർക്ക് നിസ്സാര കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അമ്മയ്ക്ക് വീടില്ലാത്രേ. അപ്പോൾ വീടില്ലാത്ത അമ്മമാർക്കൊന്നും കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നൊരു പുതിയ നിയമം നമ്മുടെ സർക്കാർ ഇറക്കിയിട്ടുണ്ടാവണം അല്ലേ? അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചപ്പോൾ സന്ധ്യ പല്ലവി ഉൾപ്പെടെയുള്ളവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ്. ഞാൻ അതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുക, കുട്ടികളെ കിട്ടുക എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ. ഫസ്റ്റ് തിങ്, ഗോപികയ്ക്ക് മാത്രമാണ് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. അവളാണ് കുറച്ച് പ്രശ്നത്തിൽ നിന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ മൊഴി തരാൻ തയ്യാറാണെന്നല്ല, അവർക്ക് വേറെ പ്രോബ്ലംസ് ഉള്ളതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗോപികയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്ത് തരാം എന്നവർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അവരത് ചെയ്തിട്ടില്ല വെച്ചാൽ മാത്രമല്ല, ഒത്തിരി പേര്, ഞാൻ പേരെടുത്ത് പറയാൻ അവരോടൊന്നും പേര് പറയാൻ അവർ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ പിൻബലത്തോടു കൂടി തന്നെ ഇവരുടെ കുട്ടികളെ തീണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫലം കണ്ടിട്ടുണ്ട്. എത്രയും വേഗം കുഞ്ഞുങ്ങളെ കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ, അമ്മയുടെ അച്ഛൻ്റെയോ പെർമിഷൻ ഇല്ലാതെ കുട്ടികളെ മറ്റൊരാൾക്ക് ദത്ത് കൊടുക്കുക പോസിബിൾ അല്ല. നമ്മുടെ നാട്ടിൽ ദത്ത് എടുക്കൽ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രഹേളികയാണ്. കാരണം എത്രയോ വർഷങ്ങളോളം രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കണം. കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ സ്വത്തിൻ്റെ പാതിയോ മറ്റോ ഒക്കെ എഴുതി കൊടുക്കണം. മാത്രമല്ല അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി, എബിലിറ്റി ഉള്ള പേരൻസ് ആണോ ഇല്ലയോ എന്നൊക്കെ തിരക്കിയതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ ദത്ത് പോലും തരികയുള്ളൂ. മനുഷ്യക്കടത്ത് ഇത്യാദി കുൽസിതങ്ങൾ, അവയവ കച്ചവടം എന്നൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ബാലാവകാശ കമ്മീഷൻ ആയിരുന്നാലും ശരി തന്നെ, ഈ പറയുന്ന ഇവരെ കെയർ ടേക്ക് ചെയ്യുന്ന അനാഥ മന്ദിരങ്ങളായിരുന്നാലും ശരി തന്നെ, ശരിക്ക് ഒരു അന്വേഷണം നടത്തേണ്ട ഘട്ടത്തിലാണ് ഈ ജീവമാതാ കാരുണ്യ ഭവന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാനത് കഥകൾ എന്ന് തന്നെ പറയും. ബിക്കോസ് അത് കഥകളാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മാടം കിടന്നങ്ങ് തലയറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അല്ലയോ പെണ്ണുമ്പിളെ, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു അല്പമെങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ടോ? അവരുടെ സാധനത്തിലേക്ക് നീ മുളക് പൊടി ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒരാളല്ലല്ലോ. ഒരാൾ പറഞ്ഞാൽ ശരി. ഷെഫീന ബീവി എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് അത് പറഞ്ഞത്, ഞാൻ കണ്ടില്ല. നീ അങ്ങനെ എങ്ങനെ ആർക്കെങ്കിലും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കണ്ണുവട്ടത്താണെങ്കിൽ പിന്നെ നിനക്ക് സാധനം പോലും ഉണ്ടായാലും മൂത്രമൊഴിക്കാൻ നീ വായിക്കൂടെ പെടുക്കും. അമ്മാതിരി നിന്ന് ഞാൻ ചെയ്യും. കാരണം അതൊന്നും ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി അറിയാതെയാണ് വർത്താനം പറയുന്നതെങ്കിൽ ആ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ചുണയില്ലെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു സ്ത്രീയുടെ മർമ്മസ്ഥാനത്തേക്ക് മുളക് പൊടിയിട്ടൊരു പരീക്ഷണം, അതിനകത്തൊരു നിന്റെ വെപ്രാളം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. അശരണരും അനാഥരും ആശ്രയമില്ലാത്തവരെയും നോക്കിയിട്ടുള്ള നിന്റെ ടാർഗറ്റ് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതിന് കൂടുതൽ കിടന്ന് താളം ചവിട്ടണ്ട. കൂടുതൽ താളം ചവിട്ടിയിട്ടും കാര്യമില്ല. മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. സോ കമ്മിങ് ഡേയ്സിൽ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടായിരിക്കും. പിന്നെ പൈസ വാങ്ങി ആടി നീ 5 ലക്ഷം രൂപ തന്ന് ഞാൻ വാങ്ങിച്ച് ബാങ്കിലിട്ട്. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുട്ടടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങോട്ടുള്ള വണ്ടിക്കൂലി വല്ല നാട്ടുകാർ തരണം. അമ്മാതിരി സ്റ്റേജിൽ ഇരിക്കുന്ന ഞാൻ ഇവിടെ നിന്ന് 2 ലക്ഷം രൂപ ചോദിച്ച്. നാണമുണ്ടാ? നിന്നെ പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നതല്ല ഞാൻ. നല്ല അന്തസ്സുള്ള കുടുംബത്തിലാണ്, അഡ്രസ്സുള്ള കുടുംബത്തിൽ പിറന്നതാണ്. അത് മാത്രവുമല്ല, ഞങ്ങൾക്ക് ആർക്കും ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ല. ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി നാട്ടുകാരുടെ പൈസ ഊമ്പിച്ചല്ല ചെയ്യുന്നത്. ചെയ്യണമെങ്കിൽ അത് ഞങ്ങളുടെ കൈകൂടെ ചെയ്യും. അത്രയേ ഉള്ളൂ. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ഗോപിക വിഷയം. ആ കുട്ടിയെ സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ല, ഒന്നുമില്ല. പക്ഷേ അത് നമ്മുടെ മനസ്സിനൊരു സൗഖ്യം, നമ്മുടെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും. അത് കാലങ്ങളായി തായ് വഴി ഞങ്ങൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ആർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അവസാനം നമുക്കിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് കാര്യം വേറെ. ഇനി അതെന്താണെങ്കിലും ഞാൻ അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതെല്ലാം പോട്ടെ. ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഇവർ പറഞ്ഞ എന്തോ ഒരു കാര്യത്തിന് ഗോപിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോപിക്ക് പറയാനുള്ളത് ഗോപിയെ പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് സ്ഥാപനത്തിൽ ചെന്നെന്നാണ് അവർ പറയുന്നത്. അതായത് ഗാർഹിക പീഡനത്തിന് അടൂർ സ്റ്റേഷനിൽ നിന്ന് അന്ന് 2019 പിന്നെ ജവഹർ എന്ന് പറയുന്നൊരു DYSP സാർ ഉണ്ടായിരുന്നു. സാറിൻ്റെ നേതൃത്വത്തിൽ
പോലീസ് വണ്ടിയിലാണ് എന്നെ സ്ഥാപനത്തിലെത്തിക്കുന്നത്, എന്നെയും കുട്ടികളെയും കൂടി. അല്ലാതെ ഞാൻ കരഞ്ഞു കാല് പിടിച്ച് എവിടെയും ചെന്നിട്ടില്ല. എനിക്ക് ജോലി വേണമെന്നോ എൻ്റെ മക്കളുടെ കൂടെ നിർത്തണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെയും മക്കളെയും കൂടിയാണ് പോലീസ് ഞങ്ങളുടെ വീട്ടു പ്രശ്നം കൊണ്ട് ഇവിടെ എത്തിച്ചത്. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടത് എൻ്റെ അല്ല, മുളക് പൊടി ഇട്ടത് അമ്പിളിയുടെ മൂത്രം ഒഴിക്കുന്നിടത്താണ്. അപ്പൊ അമ്പിളിയെ വേണം ചോദ്യം ചെയ്യാൻ. ഞാനത് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഞാൻ എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അന്വേഷിക്കാമല്ലോ. മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടാവുമല്ലോ. ഇത് ടെസ്റ്റ് ചെയ്യട്ടെ കുട്ടി. ഒരു വട്ടം അല്ലല്ലോ, നീ ഒരു വട്ടമാണ് നിന്റെ അംഗമെങ്കിൽ ശരി. നീ പലവട്ടം അതിന്റെ സാധനത്തിലേക്ക് മുളക് പൊടി ഇട്ടപ്പോൾ നിനക്ക് അടിയാണ് തരേണ്ടത്. ഞാൻ മിണ്ടായിരിക്കുന്നതേ ഉള്ളൂ. ഗോപിക ഇന്ന് വൈകുന്നേരത്തേക്ക് വീട്ടിലേക്ക് പോകും. ഗോപിക എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട. എൻ്റെ വീട്ടിലില്ല. അവൾ ഇന്നലെ അവിടെ പത്തനംതിട്ടയിൽ പ്രസ് മീറ്റിൽ കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ വരുത്തിയതാണ്. കൊച്ചിന്ന് തന്നെ അങ്ങ് പോകും. പിന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ എന്താണെന്നുള്ള അപ്ഡേഷൻ തരുന്നതായിരിക്കും. ഇപ്പം പോകുന്നതിന് മുമ്പ് അവൾക്ക് ഇതൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇന്നലേക്ക് അത് കണ്ടിട്ട് ഇരുന്ന് നല്ല പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. ചേച്ചി ഞാൻ ആരുടെയും കാല് പിടിച്ചില്ല. പിന്നെ കാല് പിടിച്ചെന്നൊക്കെ പറയണത് ചിലരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ചിലരുടെ ഒരു തെണ്ടിത്തരത്തിൻ്റെ സ്വഭാവമാണ്. അത് എന്താണെന്നറിയാമോ, നമ്മൾ ഒരാളെടുത്ത് മാന്യമായിട്ടൊരു കാര്യം പറയും. മാന്യമായിട്ട് പറയുമ്പോൾ കാലി പിടിച്ചു പറഞ്ഞു, കാലി പിടിച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നത് അത് എനിക്കും അനുഭവമുണ്ട്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, വീഴ്ചകൾ നമ്മൾ പറയും. ഉടനെ അയ്യോ കാലി പിടിച്ചേ അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചേ എന്നൊക്കെ പറയുന്ന കുറേ ടൈം നമ്മളും കാണുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു കിച്ചൺ സ്റ്റാഫ് ഉണ്ടായിരുന്നു, റസീന എന്ന് പറഞ്ഞിരുന്നു ചേച്ചി. ആ ചേച്ചി അവിടുത്തെ ഏതോ ഒരു കുട്ടിയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് അകത്ത് പോയി. അവിടെ സ്ഥിരം നടക്കുന്ന ഒരു കാര്യം പീഡനമാണ്. ആ പോയ സമയത്ത് കിച്ചണിൽ ആളില്ലാത്തത് കൊണ്ട് എന്നെ ജോലിക്ക് എടുത്തതാ. അത് ശരി. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അല്ല, അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇവിടെ നമ്മുടെ താത്ത വന്നില്ലേ നമ്മൾ വെള്ളം കുടിക്കത്തില്ല, വെള്ളം ഇട്ട് തരാം പോലും അതിനെ അറിഞ്ഞുകൂടാ. അറിഞ്ഞാത്ത ആ കുട്ടി എന്ത് ചെയ്തു എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അതിനെ കൊണ്ട് ചെയ്യിക്കാവുന്ന മാക്സിമം പണി എടുപ്പിച്ചിട്ടുണ്ട്. കാരണം 3 കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്, അവളുടെ മക്കൾ അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ കൂടെ നിൽക്കാൻ അല്ലേ, അതാണ് ആ ഉദ്ദേശമാണ് അവൾ അവിടെ നിർത്തിച്ചത്. അല്ലെങ്കിൽ ഇത്രയും മനുഷ്യരുടെയൊക്കെ തൊഴിൽ അവൾ ധൈര്യമായിട്ട് ഏറ്റെടുത്തെങ്കിൽ അതിന് മാത്രമൊന്നുമില്ല. അതൊരു മാതിരി കൊതുക് പോലെ ഇരിക്കുകയാണ്, ഒരു തള്ളൽ എളിയ വീണ് തീരും. അമ്മാതിരി ഇരിക്കുന്ന കൊച്ചിനെ കൊണ്ട് അത്രയും പണി അവൾ എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ മിടുകയാണ് നീ. പിന്നെ ശമ്പളം തന്നില്ലെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരിജ അവളെ ശമ്പളം കൊടുക്കാതെ ഇതിട്ടു, പട്ടിണി കിട്ടു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ മറ്റുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, തല്ലുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളെ തല്ലുന്നത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അമ്പിളിയെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളുടെ സ്വന്തം കുഞ്ഞിനെ അടിച്ച കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിനും അവൾ പറയുന്നുണ്ട് പ്രീമെച്യൂർ ബേബി ആയതുകൊണ്ട് കുറച്ച് ശബ്ദമുണ്ടാക്കുന്ന ശീലമുണ്ട്, അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് തല്ലുകയില്ല, വേറെ നിവർത്തിയില്ല എന്നൊരു പോം പോലെ അതിനെ അടിക്കണം. നീ അടിക്കാൻ ആരടി, നീ കാട്ടാളത്തിയ, നീ നാട്ടുകാരെയൊക്കെ അടിക്കാൻ. പിന്നെ മുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. നിന്നെ പോലെ നല്ല കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി ആർക്കും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ കൊച്ചു മുഖം കാണിക്കാൻ തയ്യാറല്ല. ഇങ്ങനെ കാണ്ടാമൃഗത്തിൻ്റെ തൊലികെട്ടിയും കൊണ്ടിരിക്കുന്ന ഒരു മുഖമൊക്കെ കാണിച്ചുകൊണ്ട് പല കോപ്രായങ്ങളും പറയും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഒന്നും അല്ലാഞ്ഞിട്ട് പോലും നീ എനിക്കെതിരെ ആളുകളെ വെച്ച് ഓരോന്നും ഉണ്ടാക്കിക്കുന്നില്ലേ. 2 ലക്ഷം 3 10 ഒരു 60 ലക്ഷം ഒന്നങ്ങ് എഴുതും. നീ 2 കുറയ്ക്കണം. നീ കുറച്ച് കൂടുതൽ ലക്ഷം കുത്തി കയറ്റി, അപ്പോഴല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ കിട്ടേണ്ടത്. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വർത്തമാനത്തിനില്ല. ഏതായാലും നിന്റെ സർക്കസ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്, നീ നടത്ത്. നീ പിന്നെ എന്തൊരു അനാഥാശ്രമമോ വൃദ്ധാശ്രമമോ ഒക്കെ നടത്ത്. അല്ലടി ഒറ്റ ചോദ്യം, ഈ ഒരു ആള്, ഈ പറയുന്ന ഒരു അമ്മ, അത് അവിടെ തന്നെ ഉള്ള അമ്മയല്ലേ, അവിടുത്തെ ഒരു അന്താവാസിയല്ലേ സംസാരിക്കുന്നത്? ഒന്ന് കേട്ടു നോക്കേ. നീ കൊണ്ടുവന്ന് എന്നെ താമസിച്ച അന്ധകാരത്തിലാടി. വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടില്ലെന്നും കൊണ്ടുപോടി. അന്ന് വരെ ഞാൻ പട്ടിണിയും ആടി. ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വീടും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയും എന്നെ കൊണ്ടാക്കടി. വല്ലാത്ത വിഷമം. എനിക്ക് തീരെ വയ്യാടി, പനി പിടിച്ച് കിടക്കുക. ആശുപത്രി പോലും കൊണ്ടുപോവുകയില്ല. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, എനിക്ക് കൊല്ലത്തോ ഓട്ടത് എവിടെയും കൊണ്ടാക്കാം. നിങ്ങളെ ഞാൻ വിളിച്ചെന്ന് അറിയിക്കരുത്. എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു. ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പന്നെ ഓർത്തെങ്കിൽ നീ എന്നെ രക്ഷിക്കടി. ഞാനെന്തോ ഒരാളാണ് നിങ്ങളോട് ചെയ്തത്. ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അമ്മേ? മതിയൊക്കെ അവളെടുത്തിട്ടുണ്ടോ ഫോണ്? ഇല്ല, ഞാനത് റെക്കോർഡ് ചെയ്യുവല്ല, അത് വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ അമ്മ എന്തുവാ പറഞ്ഞേ? എന്നെ ഇവിടുന്ന് എങ്ങനെയും രക്ഷിച്ചോണ്ട് പോടി, എനിക്കിവിടെ വയ്യാടി, എനിക്ക് ജീവിക്കാൻ വയ്യാടി, എന്നെ രക്ഷിച്ചോണ്ട്. ഇത് ഞാനാണോ പറഞ്ഞത്? എൻ്റെ വീട്ടിലെ അമ്മച്ചിയാണോ ഇത്? നിന്റെ സ്ഥാപനത്തിൽ നിന്റെ അന്തേവാസിയായി താമസിച്ച സ്ത്രീയുടെ വാക്കുമൊഴിയായത്.
ഇതേപോലെ ലക്ഷ്മി പറയുന്നതുണ്ട്, ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, ഈ അമ്മച്ചിയുടെ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്ത് ഈ അമ്മച്ചി മരണപ്പെട്ടുപോയി, ആഹാരം കഞ്ഞിക്ക് ആഹാരമില്ല എന്ന് കരഞ്ഞത് അവരാണ്. അതെന്തിടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്തവർക്ക് മാത്രം പീഡനവും, അവരെല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ ആഹാരമില്ല, പഴയ കഞ്ഞി പുഴുത്തത് കൊടുക്കുന്നെന്ന്. സന്ധ്യാ പല്ലവിയുടെ പിന്നെന്താ വേസ്റ്റ് കുഴിയുടെ കാര്യമൊന്നും ഞാൻ പറയാൻ വരുന്നില്ല. അത് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പല കോലങ്ങളും പറഞ്ഞൊപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര സ്കോർ. കൃത്യമായ കാര്യങ്ങൾ പറയുന്നവരടുത്ത് നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഗുദാമിൽ കൊണ്ടുവയ്ക്കുന്നത് അയൽവക്കക്കാർ പറയുന്നത് ഡെയിലി അവിടുന്ന് കരച്ചിൽ കേൾക്കും, കൂക്കുവിളി കേൾക്കുന്നു. അതെന്തിനാ അവിടെയുള്ള അമ്മച്ചിമാർ കരയുന്നേ? അവിടെയുള്ള കുട്ടികൾ എന്തിനാ നിലവിളിക്കുന്നേ? നീ അവിടെ ഭയങ്കര ശാന്ത സ്വരൂപിയായി ഭയങ്കര സത്കർമ്മമാണ് ചെയ്യുന്നെങ്കിൽ അവിടെയുള്ള കുഞ്ഞുങ്ങൾ എന്തിനാടി കരയുന്നേ? അതിനെപ്പറ്റി നീ ഒന്ന് പറഞ്ഞേ. ആരെന്നാടി നിന്റെ വിചാരം? നീ എന്തുവാ മദർ തെരേസ കളിക്കുകയാണോ? ഞാൻ ഒന്നും വേണ്ട, എന്തിനാ വെറുതെ ഒരുപാട് പറഞ്ഞ് നമ്മൾ വൾഗറായിപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ വൾഗറിസം അവൾ പറഞ്ഞുകൊണ്ട് വന്നാൽ ഇവിടെ ഒരു കൂടെയും ഇല്ല. പറയാനുള്ളത് ഞങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. CWC പോയി ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ എന്താ പറഞ്ഞേ? അവർക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഈ സ്ത്രീ പറയുന്നതിൽ? കുട്ടികളെ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞോ? കുട്ടികളെ തിരിച്ചു കൊടുക്കുമല്ലോ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഞങ്ങൾക്ക് സമരമുറകളുമായി ഇറങ്ങേണ്ടി വരും. സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടേ ജീവത്യാഗം ചെയ്ത ആ ചരിത്രമുള്ള കുടുംബത്തിലെ ആളാണ് ഞാൻ. പിന്നെ പിള്ളേരെ പീഡിപ്പിക്കുന്ന കേസിന് ജീവൻ കളയേണ്ടി വന്ന് അങ്ങ് കളയൂന്ന് വയ്ക്കും. അല്ലാതെ നീ ഇനി ആ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിന്റെ ആ കച്ചവടം അത് നടക്കത്തില്ല. പിന്നെ നിന്റെ കച്ചവടം പൊട്ടിക്കുക. അപ്പം നീ തന്നെ സമ്മതിച്ച് ഇത് നിന്റെ കച്ചവടമാണ് അല്ലേ? അപ്പം ഇത് കച്ചവടമാണ് നിനക്ക്. ഇപ്പം മനസ്സിലായില്ലേ? അവളുടെ വാക്കുകളിൽ തന്നെയുണ്ട് അവൾക്ക് പറയാനുള്ളത്. അത് അവളുടെ കച്ചവടമാണ്. അവൾ കപടത്തിലിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ കുട്ടികളെ അമ്മമാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കച്ചവടമാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അത് അവൾ അവിടെ നടത്തണം. നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. 10 പാവങ്ങൾക്ക് പൈസ കൊടുക്കുക. 10 പാവങ്ങൾക്ക് പൈസ കൊടുക്കുക. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. 5 രൂപയാണെങ്കിലും നിങ്ങളുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കുക. പൊതിച്ചോറുണ്ടാക്കി കൊണ്ടുവന്ന് ആ അമ്മമാരെ കയ്യിലേക്ക് കൊടുക്കുക. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തിന്നണമെന്ന് പറയുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ 10 പൈസ ഈ ജീവമാതയ്ക്ക് കൊടുക്കരുത്. കാരണം ഇത്രയധികം പേര് വന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി ചെയ്യുന്നത് അവരല്ല, നിങ്ങളാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് 10 പൈസ കൊടുക്കരുത്. ഇതേ ഒരു ടൈം അടൂരുള്ള ഒരു സ്ഥാപനം കളിച്ചിരുന്നു. അവരും പറഞ്ഞു എൻ്റെ മകൻ പൈസ വാങ്ങിയെന്നവർ. അത് അന്ന് എന്നെ വിട്ടിട്ട് എൻ്റെ കുട്ടിയുടെ തലയിലോട്ടാണ് കയറിയത്. ആണോ? മകൻ പൈസ വാങ്ങിയ ശരി, എന്നാൽ ആ കൊച്ചുങ്ങൾക്ക് മൊബൈലും പൈസയും കൊടുക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവ് വന്നപ്പോൾ എന്തായിപ്പോയി? അണ്ണാക്കി പിരിവെട്ടിയ. അപ്പോൾ കോടതിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ട കാര്യം എന്താണ്? അവിടുന്ന് ഇങ്ങനെ ഒരു വൃത്തികേട് നടക്കുന്നുണ്ട്. ആ വൃത്തികേടിനെതിരെയാണ് ഷെഫീനെ സംസാരിച്ചിട്ടുള്ളത്. ഷെഫീനെ ടാർഗറ്റ് ചെയ്യാൻ കുട്ടിയെ ടാർഗറ്റ് ചെയ്താൽ മതി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടില്ല കോടതിക്ക്. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ എന്ത് അലിഗേഷൻ ആണെങ്കിലും ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഒരു സ്ഥാപനവും നടത്തുന്നില്ല, എൻ്റെ കുടുംബത്തിൽ ആരും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റും കൊണ്ട് നടക്കുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഒരു യാതൊരു രീതിയിലുള്ള ഇൻറ്റൻഷനും ഇല്ല. കച്ചവടത്തിന് വേണ്ടിയിട്ട് ഈ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തികളല്ല ഞങ്ങൾ. ഞങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിനാണ് 10 പേരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏത് രീതിയിലാണെങ്കിലും ഒരു കൈ സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. നേരറിഞ്ഞുകൊണ്ടേ ചെയ്യുള്ളൂ, പാത്രം അറിഞ്ഞേ ദാനം ചെയ്യുള്ളൂ. അല്ലാതെ കൊണ്ട് വാരിക്കളത്തിൽ അങ്ങനെ കൊടുത്തെടുത്തുന്നൊക്കെ അടി കിട്ടി നല്ല ശീലമാണ്. അതുകൊണ്ട് തന്നെ മൗനമായിരിക്കുന്നത്. പിന്നെ ആളുകൾ ആ സമയത്ത് എന്തുകൊണ്ട് പറയും? ഇവൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മുളക് പൊടി ഇട്ട സമയത്ത് പറയും, പിന്നീട് മുളക് പൊടി സാമാനത്തിൽ നിനക്ക് ഞാൻ കുറച്ച് ഇട്ട് തരട്ടെ. ആ സമയത്ത് എഴുന്നേറ്റ് ഓടാൻ തോന്നുവോ? അവിടെ കിടന്ന് നിലവിളിക്കാൻ തോന്നുവോ? അത് ഒന്ന് പൊറുക്കാൻ തോന്നുവോ? നീ അതിനൊന്ന് പുറത്തു വിട്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ അമ്പിളിയെ ഒരാഴ്ച എൻ്റെ ഒപ്പം നിർത്ത്. ഞാൻ ഒരു രീതിയിലും ബ്രെയിൻ വാഷോ ഒന്നും ചെയ്യത്തില്ല. ഒരാഴ്ച എൻ്റെ ഒപ്പം അമ്പിളിയെ വിടാൻ നീ തയ്യാറാണോ? നീ പറയുന്നിടത്ത് ഞാൻ വന്ന് നിൽക്കും. ഞാൻ 2 ലക്ഷം രൂപ നിനക്ക് അങ്ങോട്ട് തരാം. പോട്ടെ, അവിടെ കുറച്ച് വസ്തുണ്ട്, അത് എഴുതി നിനക്ക് ഞാൻ അങ്ങോട്ട് തന്നേക്കാം. അതുപോലെ അതിൽ കൂടുതലൊന്നും വാക്ക് പറയാക്കരുത്. ഈ അമ്പിളിയെ ഒരാഴ്ചത്തേക്ക് എൻ്റെ അടുത്തേക്ക് വിടാൻ പറ്റുമോ? ബാക്കി ഞാൻ അവരെ കൊണ്ട് പറയിച്ചോളാം. നീ അപ്പത്തിലിട്ടായില്ലേന്ന് ആ കുട്ടീനെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. അതുപോലെ കണ്ടാൽ തന്നെ ചാവാനിരിക്കുന്നു. നീയോ തിന്ന് ആന മറുതെ പോലെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന നീയോ ആ കൊച്ചിനെയും വെച്ചിട്ട് നിന്നെ ഒന്നും അവള് പറയത്തില്ല, പേടിച്ചിട്ടാ. അതിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണെങ്കിൽ കൃത്യമായി ബോധ്യപ്പെടും. ഞാനൊന്നും റിക്വസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യാവകാശ കമ്മീഷന് ആക്ഷൻ എടുക്കണമെന്ന് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ കൊടുത്ത കംപ്ലൈൻറ്റിൽ അവർ ആക്ഷൻ എടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതൊക്കെ നന്നായിട്ട് നടത്തിക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇല്ലാ വചനം പറഞ്ഞുകൊണ്ട് അനാവശ്യമായി ഇത് മറ്റൊരു ടാർഗറ്റിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നടക്കില്ല എന്നാ പറഞ്ഞത്. ഇതിനേക്കാൾ കേൾക്കുന്നുണ്ട് ഇവിടെ. ജവഹർലാൽ നെഹ്റു വരെ കേൾക്കുന്നുണ്ട്, മേത്തനാണെന്നോ അതാണെന്നോ ഇതാണെന്നോ ഒക്കെ. പിന്നെ നമ്മൾ എത്ര മാത്രം. ഇന്ദിരാഗാന്ധി കേൾക്കുന്നു, പോട്ടെ സോണിയാഗാന്ധി ബാർ ഡാൻസർ ആണെന്ന് പറയുന്നത്.
അതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാനില്ലല്ലോ, വേറെ മോശമൊന്നും പറയാനില്ലല്ലോ, കുറേ കൂടെ പറഞ്ഞോളി. പക്ഷെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കൃത്യമായി തെളിവ് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണവും തെളിവില്ലാതെ വെറുതെ എയറിലേക്ക് വെടിവെച്ച ഒരു കാര്യവുമില്ല. ഇന്നലെ ഗോപികയെ കൊണ്ടുവരുന്നിടം വരെ നിന്റെ അണ്ണാക്കി പിരിവെട്ടിയോ? നിനക്ക് ഗോപിക എന്നൊരു വേടേ അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ ഗോപിക എങ്ങനെ നിനക്ക് പേര് കിട്ടി? അപ്പൊ ഞാൻ ഗോപികയെ പ്രസന്റ് ചെയ്ത്. അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരും, നീ ഓരോരുത്തരുടെ കാര്യവും പറയുമോ? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്. നിന്റെ ഒപ്പം നിന്ന ഒരാൾ പോലും, നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരാൾ പോലും നിനക്ക് നല്ലത് പറയുന്നില്ലല്ലോ. അതെന്താ അപ്പി അങ്ങനെ? അതെന്താ അങ്ങനെ? പോട്ടെ, ഇനി അവിടെ ജോലി ചെയ്തിട്ട് പോയ പലരുടെയും കഥകൾ എടുക്കാം. എല്ലാവർക്കെതിരെയും പീഡന കേസ് വന്നല്ലോ ഊട്ടി. അതെന്താ? ഈ റസീനയെ റിമാൻഡ് ചെയ്തു. പോക്സോ കേസിനെ എങ്ങനെ വളച്ചൊടിക്കാന്ന് നീ മിടുക്കി കണ്ടുപിടിച്ചു. അടൂർ പോലീസുകാർ നിനക്ക് കൂട്ടും. അതാണ് സത്യം. ഇനി എനിക്കെതിരെ വല്ല പീഡന കേസും ഉണ്ടോ? അല്ല പോക്സോ കേസ് വല്ല എൻ്റെ പേർക്ക് തരാൻ വല്ല ചാൻസ് ഉണ്ടോ? ഉണ്ടാവുമായിരുന്നു ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന് ജനിച്ച കൊച്ചിനെ കൊണ്ടുവരെ എനിക്കെതിരെ പോക്സോ കൊടുപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തവണ എന്നെ ആ കളിക്ക് നിനക്ക് കിട്ടാതിരുന്നത്. ഏതായാലും ഗോപികയുടെ വിഷയത്തിൽ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. CWCയോട് ഞങ്ങളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി കെന്നഡി സാറൊക്കെ അതിനകത്ത് കയറി കാര്യമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ആ പരാതിയൊക്കെ എഴുതി അവിടെ സബ്മിറ്റ് ചെയ്തത്. ഞങ്ങളല്ലാതെ എൻ്റെ മകൻ എല്ലാ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും വരെ അവിടെ കത്തെഴുതിയിട്ടിരിക്കുകയാണ്. CWC സ്റ്റേറ്റ് ലെവലിലേക്കും കത്തെഴുതിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അവരുടെ മറുപടിക്ക് വേണ്ടിയിട്ട്. പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനും വിമൻസ് റൈറ്റ്സിനും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവർ പെട്ടെന്ന് തന്നെ തിരിച്ച് തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ? ഡേറ്റ് പറഞ്ഞിട്ടില്ല, കൃത്യം ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അവർക്ക് കുഞ്ഞിനെ തിരിച്ചു തരാം എന്ന് തന്നെ ഉറപ്പ് വന്നിട്ടുണ്ട്. അതങ്ങനെ പാടുള്ളൂ. അവളുടെ മക്കളല്ലേ, അവളുടെ മക്കളെ കിട്ടുക എന്നുള്ള അവളുടെ അധികാരമാണ്. അവൾ അറിയണം അവളുടെ കുഞ്ഞുങ്ങളെ എവിടെ കൊടുക്കണമെന്ന്. മനുഷ്യക്കടത്താണോ, കൊച്ചുങ്ങളെ അവയവത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കളഞ്ഞോ, അതോ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. അത്രയേ ഉള്ളൂ. അതിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ അവരുടെ മരുമകളുടെ കാര്യം അത് അവരുടെ വിഷയമാണ്. പൊതുസമൂഹത്തിന് ഈ കാര്യം തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അവിടെ പെൺകുട്ടികൾ സേഫ് അല്ല. കാരണം അവരുടെ മകൻ ഒരു സ്ത്രീലമ്പടനാണ്. 17 വയസ്സുള്ള ഒരു കൊച്ചിനെ ഉപയോഗിക്കണമെങ്കിൽ അവൻ്റെ മാനസിക വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അതുമല്ല അമ്മയുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള ബോധം വേണ്ടായോ? 18 വയസ്സ് വരെ കാത്തിരിക്കാൻ വയ്യ. അത്ര പോലും ബോധമില്ലാത്തവരാണോ ഈ ഒരു സ്ഥാപനമൊക്കെ നടത്തുന്നത്? അപ്പോൾ അവിടെ ഇനിയും കുട്ടികൾ അപമാനിക്കപ്പെടുകയും പ്രഗ്നൻ്റ് ആക്കപ്പെടുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അവരെയും കൂടെ കിട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയില്ല. പിന്നെ രണ്ടാമത് ഞാൻ മുൻപ് ഇട്ട പോസ്റ്റിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എവിടെയുള്ള കുട്ടികൾക്കൊക്കെ മാതാപിതാക്കളുണ്ട്. ദയവ് ഇത് മാതാപിതാക്കളെ ദയവ് ഇത് മനസ്സിലാക്കുക. നിങ്ങൾ പഴയ കാലത്തേക്കൊന്ന് സഞ്ചരിക്കും. മനുഷ്യൻ പശുവിനെ ആട്ടിനെയൊക്കെ വളർത്തി മക്കളെ പോറ്റിയവരുണ്ട്. അയൽവക്കത്തെ വീടുകളിൽ വീട് പണിക്ക് പോയി കുട്ടികളെ പോറ്റിയവരുണ്ട്. കൽപ്പണിക്ക് പോയി കുട്ടികളെ പോറ്റിയവരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കൊപ്പം നിങ്ങൾ റേഷൻ കിട്ടും. ഇനി ഒന്നും ഇല്ലെന്ന് വെക്കുക, എന്തെങ്കിലും ഒരു ചെറിയ കുടിൽ വ്യവസായം, അതേപോലെ ഉണ്ണിയപ്പം ചുട്ട് വിൽക്കുകയെങ്കിലും ചെയ്തിട്ടെങ്കിലും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കും. അതുങ്ങളെ കൊണ്ട് ഇങ്ങനെ കളയാതിരിക്കും. ഇവറ്റകൾ അതുങ്ങളെ ചെയ്യുന്ന പാടെന്താ നിങ്ങൾക്ക് സോഷ്യലായിട്ട് യാതൊരു നോളജും ഇല്ലാത്തതുകൊണ്ടാണ്. ഗവൺമെൻറ് സെക്ടറിൽ കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം, ഫ്രീ ആയിട്ട് മരുന്നുണ്ട്. സൗജന്യമായിട്ട് കിട്ടുന്നതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കൂ. എല്ലാം മറ്റുള്ളവരെ പോലെ ചെയ്യുള്ളൂ വാശി പിടിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പം. 2 രൂപയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ. അവിടെ പോയാൽ 2 രൂപ കൊടുത്ത ടോക്കൺ കിട്ടി. 2 രൂപ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂലേ? കുനിഞ്ഞു 400, 500 ആണ്. ജോലിക്ക് പോയാൽ 400, 450 രൂപ പെർ ഡേ കിട്ടും. പാവതുള്ളവർ പോയി ഇതൊന്നും വേണ്ട, ലാട്ടറി കച്ചവടം നടത്തിയാൽ ജീവിക്കാൻ പറ്റും. അപ്പം പറ്റാത്തത് കൊണ്ടൊന്നും അല്ല, ഇതൊക്കെ മടി കൊണ്ടാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകരുത്, മെനക്കെട്ട് കൊച്ചുങ്ങളെ ഉണ്ടാക്കരുത്. അമ്മ തൊട്ടിൽ കൊണ്ടിടുന്ന ഇതേപോലെ നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. പേഴ്സണലൈസ് ആയിട്ടുള്ള ഇത്തരം സംരംഭങ്ങളിൽ കൊണ്ടുവന്ന് കൊച്ചുങ്ങളെ കൊടുക്കാതിരിക്കൂ ദയവ് ചെയ്തിട്ട്. നിങ്ങളുടെ മക്കളെ സേഫായി നിങ്ങൾ വളർത്തു ദയവ് ചെയ്തിട്ട്. അതേ പറയാനുള്ളൂ. കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതമാണ് പറഞ്ഞത്. മനുഷ്യന് ആത്യന്തികമായിട്ട് വേണ്ടത് ആഹാരമാണ്. അത് അവൻ്റെ മൗലിക അവകാശങ്ങളിൽ പെടും. ആഹാരം, വസ്ത്രം. അത് നിഷേധിക്കുന്നവ മനുഷ്യനെ അല്ല, ഭരണഘടനാ വിരുദ്ധതയാണ് ആ കാണിക്കുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഭരണവൃത്തങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർക്ക് സപ്പോർട്ടീവായി നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു വശം. അപ്പോൾ ഗോപികയെ ഇന്നങ്ങ് പോവുകയാണ്. ഗോപികയെ കാണണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നമ്പർ തരാം, ഡീറ്റെയിൽസ് തരാം. വെറുതെ അതിനെ ശല്യം ചെയ്യാതിരിക്കുക. ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാൻ ആ കുട്ടിക്ക് താല്പര്യമില്ല. അവളുടെ ഫേസ് അവൾ കാണിക്കാൻ താല്പര്യപ്പെടാത്തതിൻ്റെ റീസൺ അതിന് ജോലി ചെയ്ത് ജീവിക്കണം. കുഞ്ഞുങ്ങൾ 3 പേരെ തിരിച്ച് കിട്ടുകയാണെങ്കിൽ അവർക്കുള്ള ആഹാരം അവൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം. ഫേസ് അതുകൊണ്ടാണ് കാണിക്കാത്തത്, ഭയപ്പാടുകൊണ്ടല്ല, ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് അയച്ചിരുന്നുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, സാത്താൻ എന്ന പേര് വെച്ചിരിക്കുന്ന സ്ത്രീക്ക് സാത്താൻ്റെ ബുദ്ധിയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഊനത്തിനെ കളിയാക്കുമോ?
കാൽ സ്വാധീനമില്ലാത്ത എന്നെ ചട്ടുകാലി എന്ന് വിളിച്ച് കളിയാക്കുന്ന ആ സ്ത്രീയുടെ മനോവൈകല്യം എത്ര ഭീകരമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അവർക്ക് ഈ ചട്ടുകാലി വരാൻ എത്ര നേരം വേണം? അവൾ ഓടിക്കൊണ്ട് പോണ, ഉന്തിക്കൊണ്ട് പോണ, ആട്ട വീണ, നടു കെട്ടിയ അവിടെ കിടപ്പി മലവും മൂത്രവും പോകും. അങ്ങനെയുള്ളവളാണ് എന്നെ ചട്ടുകാലി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത്. അവളാണ് ഇവളുടെ ഏറ്റവും വലിയ കൂട്ടുകാരി എന്ന് ഓർത്തോണം. അവരാണ് നന്മ മരങ്ങൾ. ഈ നന്മ എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വേർഡ് തന്നെ ഉണ്ട്. സുഖമില്ലാത്തൊരു സ്ത്രീയെ നോക്കിയിട്ട് പറയുന്നതിന് 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ ആ വോയിസ് കേൾപ്പിക്കാം. അതിൽ നിന്ന് ഒരു പോർഷൻ പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അല്ലാത്തൊരു സാധനം കൊണ്ടുവയ്ക്കാൻ പറയണം. ഈ പറയുന്ന അജിതകുമാരിയുടെ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരെന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തത് കൊണ്ടാണ്, ആ വീഡിയോയിൽ തെറ്റുണ്ട്, നിങ്ങളത് തിരുത്തണം, എനിക്ക് അവർ 2 ലക്ഷം രൂപ തരാനുണ്ട്, അവരുടെ ഭർത്താവ് കുടുമി 2 ലക്ഷം രൂപ തരാനുണ്ട്, എൻ്റെ പൈസ തന്നിട്ട് അവർ ജീവിച്ചോട്ടെ, ചേച്ചി അതൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാനിത് പബ്ലിക്കിൽ പറയും, ഞാൻ നാട്ടിക്ക്, ഞാൻ ഒത്തിരി യൂട്യൂബേഴ്സിന് ഞാനിത് കൊണ്ടുപോയി കൊടുക്കും എന്ന് പറഞ്ഞു. വിവരമറിഞ്ഞ ഞാൻ അവരടുത്ത് ഒരു ഫേവറാണ് ചെയ്തത്. അതിന് ഞാൻ 2 ലക്ഷം രൂപ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അടി 2 കോടിയാണ് ഞാൻ ചോദിച്ചത്, നീ അത് താ, എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കണക്കായിപ്പോയി. വെറുതെ എന്തെങ്കിലും കോലിട്ട് ഇളക്കല്ലടി നാറി, പെണ്ണുങ്ങളുടെ അപ്പത്തിൽ മുളക് കൂടിയിട്ട് കളിക്കുന്ന നാറി. നീ മനുഷ്യ സ്ത്രീയാണോടി കൊലടെ? എന്ത് ജന്തുവാണടി നീ? നീ ഇതും കൊണ്ടുപോയി നീ കേസ് കൊടുച്ചല്ലോ. ഇതിനപ്പുറവും പറയും. എന്തുകൊണ്ടെന്നറിയാമോ? എതിർക്കേണ്ടവർ, ശബ്ദിക്കേണ്ടവർ മൗനം പാലിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യേണ്ടി വരുന്നത്. വൃത്തികെട്ട സ്ത്രീയാണ്, വേറും വൃത്തികെട്ട സ്ത്രീയാണ്. ന്യായം പറയും. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യാതെ അത് ഒന്നിൽ പരം ആൾക്കാർ പറയും. ഈ വൃത്തികേട് 1ൽ പരം ആൾക്കാരല്ലേ പറഞ്ഞത്? ഒരാൾ മാത്രമാണ്, ഗോപിക മാത്രമാണോ പറഞ്ഞത്? എത്ര പേര് പറഞ്ഞു? എന്നിട്ട് നീ ഇത് വാദിക്കുന്നല്ലോ. ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ ഒരു അടി കൊടുത്തു, അതുകൊണ്ട് കുട്ടി പറയാം. നീ ആരടി കൊച്ചിനെ അടിയേ? നീ ആരാ? കൊച്ചിനെ എന്തിനാ നീ അടിക്കണേ? പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവത്തില്ലേ? നീ അടിയെടുത്ത് ആ കുട്ടി മിറ്റം തൂക്കാനാ? നിനക്ക് തൂത്തൂടെ മിറ്റം? ആ കുട്ടികൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കെയറിങ്ങിനാണ്. ആ കുട്ടികളെ കൊണ്ട് വീട്ടുപണി ചെയ്യിപ്പിക്കാനില്ല. അവൾ മിറ്റം തൂത്തിലമ്മ നീ വടിയെടുത്ത് അവളെ അടിക്കുമോ? ആരടി നീ? ചോദിക്കാൻ ആ നാട്ടുകാർക്ക് ചുണയില്ലാത്തതുകൊണ്ട്.